എന്തോ കൃഷ്ണേന്ദു സത്യമായിട്ടും എന്റെ ഓർമ്മയിൽ ഞാൻ എന്താ മോനെ ഇങ്ങനെ ഓടുന്നേ? പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തണം. എന്താ കാര്യം? എന്താ കാര്യം? ഫുൾ ഫാമിലി ആയിട്ട് കുടുംബം കലക്കെ ഇറങ്ങിയിരിക്കല്ലേ? ആ മുട്ടത്തലയുടെ മോന്ത കണ്ടില്ലേ? കണ്ണിലിട്ട് കുത്തും ഞാൻ. കൃഷ്ണേന്ദു ഇവരുടെ സ്ഥിരം. കൃഷ്ണേന്ദു നീ എന്തിനാ മുഖം വീർപ്പിച്ച് കിടക്കുന്നത്? ഇപ്പൊ എന്താ ഉണ്ടായത്? എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായി എന്നായി പറയുന്നത്? ഒരു പീറ തത്തക്കാരൻ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓ പിന്നെ അതിനകത്ത് വലിയ കാര്യമാണല്ലോ ഉള്ളത്. ഒറ്റ പൊട്ടിക്കില്ലെന്നുണ്ട്. അതെ, വെറുതെ മോങ്ങണ്ട ആൾക്കാർ. അതെ, രാഹുലും ശ്രേയൊക്കെ വരുന്നുണ്ട്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. കൃഷ്ണേന്ദു വേണ്ട. എന്തു പറ്റി? എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്താ പോയി? ഒന്നുമില്ലെന്നേ. ഏതൊരു വിവരം കെട്ട തത്തക്കാരൻ എന്തോ പറഞ്ഞു. അയാൾ ചോദിച്ചെനിക്ക് അറിയാതെ ഞാൻ തലയാട്ടുകയും ചെയ്തു. അപ്പൊ തുടങ്ങിയതാ. മൂന്നേട്ടന്റെ കുഴപ്പം എന്താണെന്ന് അറിയോ? നല്ലൊരു കൂട്ടില്ല. രാഹുലിനെ പോലെ ഒരാൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് നല്ല വഴിക്ക് നടത്തി. ഓഫീസിലെ ടെൻഷൻ കാരണം മുകുന്ദേട്ടന്റെ മനസ്സ് മുരടിക്കുന്നത്. ഏതായാലും കുറച്ചുനാള് രാഹുൽ ഇവിടെ ഉണ്ടല്ലോ. ഇടയ്ക്ക് രാഹുലിന്റെ ഓഫീസിലോട്ടൊക്കെ ഒന്ന് ചെല്ലണം മുകുന്ദേട്ട. ബായെ നേർവഴിക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കൂടെ പുള്ളിക്കാരനെ വിടുന്ന കാര്യം കൃഷ്ണേന്ദു ഏറ്റാ മതി. നീ ഒന്നിങ്ങ് വന്നേ. എടി നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എടി ആ രാഹുൽ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ദേ, എന്റെ ഈ താലി തൊട്ട് ഞാൻ പറയാ, രാഹുൽ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. രാഹുലിന്റെ രീതികളൊക്കെ കണ്ടുപഠിക്കണം. അപ്പൊ ഈ മനസ്സൊക്കെ മാറി ഭാര്യയോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നും. എടി ഞാൻ പറയുന്നൊന്നും നീ. അയ്യോ, എനിക്കൊന്നും കേക്കണ്ട. ദേ, താലി തൊട്ട് പറയാണേ. അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ, ആ തത്തക്കാരൻ പറഞ്ഞതൊക്കെ സത്യം ഞാൻ വിശ്വസിക്കും.